സോ ഞാൻ സാധാരണ രാത്രി 8 മണിക്ക് ഓഫീസിൽ നിന്ന് റൂമിലോട്ട് വരാറുണ്ട്. സോ ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞല്ലേ എന്ന് വിചാരിച്ച്, ഫ്രീ ടൈം കിട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫോൺ നോക്കിയിരിപ്പുണ്ടാവും. സോ രാത്രി 10 മണിക്ക് റൂംമേറ്റ്സ് റൂമിലോട്ട് വരുന്ന ടൈമിലും ഓഫീസിൽ നിന്ന് വന്ന അതേ വേഷത്തിൽ തന്നെ ഞാൻ കിടപ്പുണ്ടാവും. അതെ, ഒരു 2 മണിക്കൂർ ഐ ഹാവ് ഡൺ മൈൻഡ്ലെസ് സ്ക്രോളിംഗ് ആൻഡ് എന്നിട്ടും ഐ സ്റ്റിൽ കംപ്ലെയിൻ അബൌട്ട് മൈ ഓഫീസ് ക്ലയൻറ്റ്. അപ്പോൾ ഇനി എന്താണ് മൈൻഡ്ലെസ് സ്ക്രോളിംഗ് എന്ന് പറഞ്ഞുതരാം. സോ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഇത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം വാട്സപ്പിൽ കയറി മെസ്സേജസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, പതുക്കെ യൂട്യൂബിൽ കയറി 2-3 ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ട്, പതുക്കെ ഇൻസ്റ്റഗ്രാം റീൽസിലോട്ട് കുടിയേറി വീണ്ടും വാട്സപ്പിൽ വന്ന് മെസ്സേജസും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന ഈ ഒരു പ്രതിഭാസത്തെയാണ് മൈൻഡ്ലെസ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങളും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു പ്രതിഭാസത്തിൻ്റെ അടിമയായിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ ഇത് നിർത്താൻ എന്താ വഴി എന്ന് ആലോചിച്ച് ഫോൺ നോക്കിയാലോ, ഒരു 100 കണക്കിന് വീഡിയോസ് ഉണ്ടാവും. മോട്ടിവേഷൻ തന്നും ആപ്സിൽ ലിമിറ്റ് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ്. ഇതൊക്കെ കുറച്ച് കാലത്തേക്ക് വർക്കാവുമെങ്കിലും ലോങ് ടേമിൽ റിസൾട്ട്സ് തരുന്നത് വളരെ കുറവാണ്. സോ മൈൻഡ്ലെസ് സ്ക്രോളിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാലോ. മൈൻഡ്ലെസ് സ്ക്രോളിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞുതരാം. സോ ഐ സ്റ്റാർട്ടഡ് ക്രോഷേയിങ്. സോ ഈ ഒരു പേര് കേട്ട് ആരും പേടിക്കണ്ട, ഇതൊരു കൈൻഡ് ഓഫ് നിറ്റിംഗ് സ്റ്റൈലാണ്. ഈ അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് ഇവിടെ പ്ലേ ചെയ്ത് തരാം. ഞാനിനി എന്തുകൊണ്ടാണ് ക്രോഷേയിങ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഇത് പഠിക്കാനായിട്ട് ഒരുപാട് സമയവും ഒരുപാട് പേഷ്യൻസും ആവശ്യമാണ്. സോ ഫോണിൽ ഞാൻ വേസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സമയം ക്രോഷേയിങ് പഠിക്കാൻ വേണ്ടി ചെലവഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. സമയം പോകുന്നതും അറിയത്തില്ല, അതുപോലെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സ്കില്ല് പഠിക്കാനായിട്ടും പറ്റും. ഇനി ക്രോഷേയിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ത്രെഡ്സിൻ്റെയും നീഡിൽസിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ആക്കിക്കോ. സോ ഫോണിൽ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന നിങ്ങളുടെ സിബ്ലിങ്സിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തു. ഇനി അവരും ക്രോഷേയിങ് സ്കില്ല് പഠിച്ച് പൈസ ഉണ്ടാക്കിയാൽ ആർക്കാ ലാഭമെന്ന് ഞാൻ പറയണല്ലോ.